സാബുവും ശ്വേതയും പാർഷ്വാലിറ്റി കാണിച്ചു. 2 കണ്ടസ്റ്റന്റിനോട് സാബുവും പാർഷ്വാലിറ്റി കാണിച്ചിരുന്നു, ശ്വേതയും പാർഷ്വാലിറ്റി കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പവർ ടീം അൻസിബ, ഋഷി, നോറ, റസ്മിൻ, ഞാൻ ഋഷി എന്ന് പറഞ്ഞത് പവർ ടീമും ക്യാപ്റ്റനോട് ഒരു കെട്ടാണ്, അതുകൊണ്ടാണ് അഭിഷേക്, ഇവരെ മൊത്തം 15 പേര് വീട്ടിലുണ്ട്. ഈ 5 പേരൊഴിച്ച് ബാക്കി 10 പേരും ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ്. ഈ 5 പേർക്ക് എതിരെ 10 പേര് നിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? കമന്റ് കുഞ്ഞുങ്ങൾ കടന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആരുടെ PR? ജാസ്മിൻ്റെ PR. 2 ദിവസം മുമ്പ് ഞാൻ ആരുടെ PR ആയിരുന്നു? സിജോയുടെ PR ആയിരുന്നു. അതിന് 2 ദിവസം മുമ്പ് ഞാൻ ആരുടെ PR ആയിരുന്നു? ഗബ്രിയുടെ PR ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം കാണുന്നുണ്ട്, അതിനൊക്കെയുള്ള മറുപടി പറയാം. സാബുവിൻ്റെയും ശ്വേതയുടെയും പാർഷ്വാലിറ്റി പറയാം, ജാസ്മിൻ മാത്രം നല്ലവള്, അതെല്ലാം പറയാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6ൻ്റെ 60ാമത്തെ ഡേയുടെ മെയ് 9-ാം തീയതിയിലത്തെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. ആദ്യം തന്നെ കമൻറ്റ് കുഞ്ഞുങ്ങൾ, ഞാൻ ജാസ്മിൻ്റെ PR, ഞാൻ ഋഷിയെ, അൻസിബയെ, നോറയെ, അഭിഷേകിനെ, റസ്മിനെ ഒക്കെ ബുള്ളി ഗ്യാങ് എന്ന് വിളിക്കുന്നു. ഇതെന്തിന്? ആദ്യം തന്നെ പറയാം, ഞാൻ ബുള്ളി ഗ്യാങ് എന്നൊരു പേര് മിനിങ്ങാന്ന് സഹികെട്ടാണ് വന്ന് റിവ്യൂവിൽ പറഞ്ഞത്. കാരണം ഒന്നാമത്തെ ബുള്ളി, അതിനകത്ത് പലരും, അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏഷ്യനെയും പരദൂഷണവും നമ്മളും കൂടെ ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും കണക്കാണ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും പോലെ ഇത് ഭയങ്കര അതിര് കടന്നുപോയി. ഇത് റിയാലിറ്റി ഷോയാണ്, ഗെയിമാണ്, ഓക്കെ. ഒന്നാമത്തെ കേസ് ഞാൻ ആദ്യം അൻസിബയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അൻസിബയെ ഞാൻ പറയാനുള്ള കേസ്, സിജോയുടെ മുമ്പിൽ വെച്ച് അയാൾ ഇത്രയും അനുഭവിച്ചിട്ട് ഷോക്കകത്ത് കയറി വന്ന് അയാളുടെ മുഖത്ത് നോക്കി നീ കാണിക്കുന്നത് നാടകത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഈ ദിവസം 24/7 കണ്ടുകൊണ്ടിരുന്നിട്ട് സഹതാപത്തിന് വേണ്ടി സിജോ അങ്ങനെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് എനിക്ക് സഹതാപത്തിൻ്റെ വോട്ട് വേണ്ട, എന്നെ ധൈര്യം ഉണ്ടെങ്കിൽ കളിച്ച് തോപ്പിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ വന്നത്. സിജോ കളിക്കുന്നില്ലേ, അത് രണ്ടാമത്തെ കാര്യം. സഹതാപത്തിൻ്റെ പേര് പറയാത്ത ഒരാളുടെ പേര് ഈ അൻസിബ ഇങ്ങനെ പറഞ്ഞു. അതേ അൻസിബ വീക്കെൻഡിൽ സിജോക്ക് ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞപ്പം നിറനിറ കരയുന്ന കണ്ടു. അപ്പോൾ അവിടുത്തെ ഡബിൾ സ്റ്റാൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഗോസിപ്പ്, കൂട്ടയടി, ഏഷണി, ഇതെല്ലാം അൻസിബയുടെ കയ്യിൽ ഉണ്ട്. അൻസിബയുടെ മനസ്സിലുള്ള വിഷമാണ് ഈ ഇൻസിഡന്റിൽ വെളിയിൽ വന്നത്. അപ്പോൾ ബുള്ളി നമ്പർ 1, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ബുള്ളി നമ്പർ 2 നോറ. ഞാനൊന്ന് പറയട്ടെ, കുറേ പേര് പറയുന്നുണ്ട് സിജോ നോറയെ പറയുന്നുണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, സിജോ നോറ എന്താണ് പറഞ്ഞത്? പോയിട്ട് വന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എപ്പിസോഡുകൾ കണ്ടു, ഞാൻ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ഞാൻ നന്മമരം ചമയാൻ വേണ്ടിയിട്ടാണ് റോക്കി ഇതിനകത്ത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു. ഞാൻ ഇങ്ങനെ സിജോ ഒരു എപ്പിസോഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോർണിംഗ് ടാസ്കിൽ, ഞാൻ ഈ അവസ്ഥയിൽ വയ്യാതിരുന്ന സമയത്ത്, ഞാൻ ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ 15 മിനിറ്റ് എനിക്ക് മൂത്രമൊഴിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ബുദ്ധിമുട്ടാണ്, വെള്ളം മാത്രമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേഹത്തോട്ട് വെള്ളം വലിക്കുമ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റാതെ നിന്ന 15 മിനിറ്റ് ഞാൻ ആലോചിച്ചത് ഈ നോറയെ കുറിച്ചാണ്. കാരണം ഈ നോറയാണ് ഏഷണിയും പരദൂഷണവും കുത്തിത്തിരിപ്പും കയറ്റി റോക്കിയുടെ മനസ്സിൽ വിഷം കയറ്റി എന്നെ ഇടിപ്പിച്ചത്. ഇവൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇടിപ്പിച്ചത്, ഞാൻ എപ്പിസോഡുകൾ വ്യക്തമായിട്ട് കണ്ടതാണ് എന്ന് സിജോ പറയുകയാണ്. ഈ സംഭവം നോറ എതിർക്കുന്നില്ല. ഈ നിമിഷം വരെ നോറ എതിർത്തിട്ടില്ല. റോക്കിയുടെ അടുത്ത് വിഷം കയറ്റി വെച്ചാൽ താനല്ല എന്ന് ഇതുവരെയും എതിർത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ബുള്ളി നമ്പർ 2, അതുകൊണ്ടാണ് ഞാൻ നോറയും ബുള്ളി എന്ന് പറഞ്ഞത്. ഇനി ബുള്ളി നമ്പർ 3 റസ്മിനെ ഞാൻ എപ്പോഴാണ് ബുള്ളി എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് പറഞ്ഞു? ഇന്നലെ രാത്രി ഈ പറയുന്ന നോറ പറഞ്ഞു കൊടുക്കുന്ന വിഷം ഫുള്ള് നോറയ്ക്ക് ഗ്രഡ്ജാണ്. തുടക്കം മുതലേ നമ്മൾ കാണുന്ന സാധനമാണ്, ഗ്രഡ്ജാണ്. ഈ ഗ്രഡ്ജ് വിഷം കയറ്റി ജാസ്മിനെതിരെ റസ്മിന്റെ മണ്ടയിലോട്ട് തിരികെ കൊടുത്ത് ഇന്നലെ നടന്ന അടി നിങ്ങൾ കണ്ടല്ലോ. അതോടുകൂടിയാണ് ഈ പറയുന്ന സൈലന്റ് ആയിട്ടുള്ള ബുള്ളിയാണ് റസ്മിൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പ്രഭാവത്തിൽ ഒന്നും കാണത്തില്ല, അഭാവത്തിൽ എല്ലാ പരിപാടിക്കും റസ്മിനുണ്ട്. അതാണ് ബുള്ളി നമ്പർ 3. ഇനി ഋഷിയുടെ പേര് എന്തുകൊണ്ട് ബുള്ളി എന്ന് പറയുന്നു? പറയാൻ കാരണമുണ്ട്. ഋഷി ഇത്രയും നാളെ മിണ്ടൂലായിരുന്നു, സൈലന്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഒന്ന് അനങ്ങ് ഋഷി, ഒന്ന് അനങ്ങ്. ആദ്യം മുതൽ ആദ്യത്തെ 2 ആഴ്ചക്കകത്ത് നമുക്ക് മനസ്സിലായ ഒരു സാധനമാണ്, ഋഷി ആരെങ്കിലും ഇതാ ഇച്ചിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി പിന്നെ ഒടുക്കത്തെ ഗ്രഡ്ജ് തലയിൽ ചുമന്ന് റോട്ട് ഇറങ്ങി നടക്കും. ആ സ്വഭാവമാണ് ഋഷിയുടേത്. ആ സംഭവം ആദ്യത്തെ 40-45 ദിവസം പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഈ പറയുന്ന കണക്ക് അൻസിബയും ഋഷിയും കൂടെ 2 റൂമിലായപ്പോഴാണ് ഋഷി വേറെ ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ മുതൽ ഋഷി ആക്റ്റീവായി തുടങ്ങി, സന്തോഷമായിരുന്നു. ഈ പറയുന്ന അൻസിബ ചേച്ചിയോ അനിയത്തിയോ ഇവർ ഈ സഹോദരങ്ങളെ വീണ്ടും പവർ റൂം വഴി കണ്ടുമുട്ടിയപ്പോഴത്തേക്കും ഈ അൻസിബ
ഋഷി ക്യാപ്റ്റനായ നിമിഷം മുതൽ ഋഷിയെ എന്ന് മുതൽ ഭരിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഋഷി നെഗറ്റീവായി തുടങ്ങി. ഋഷിക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ല. അൻസിബെ ഋഷി എടുത്ത് പറയുന്നുണ്ട്, അൻസിബെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി ചോദിക്കും. അതിൻ്റെ ആവശ്യം എന്താണ്? ഈ പറയുന്ന പോലെ ഋഷി ഇതിനകത്ത് ഇന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ പറയുന്നുണ്ട്, ഇത് മാൽ ഫംഗ്ഷനിങ് വന്ന റോബോട്ടാണ്, അതിനെ വെട്ടിപ്പൊളന്ന് രണ്ടാക്കുകയാണ് വേണ്ടത്. ജാസ്മിന്റെ മുഖത്ത് നോക്കി, ഇത് ബുള്ളിയല്ലേ? ഒരാളുടെ മുഖത്ത് നോക്കി അയാളെ വെട്ടിപ്പൊളന്ന് രണ്ടാക്കണം എന്ന് പറയുന്നത് ബുള്ളി സാധനമല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഋഷിയുടെ പേരും ബുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഇവരിത്രയും ബുള്ളി ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് ഞാൻ പവർ റൂമിലുള്ള അഭിഷേകിനെ ബുള്ളി എന്ന് പറയുന്നില്ല? എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല? അഭിഷേക് ഒരൊറ്റ ഏഷണിയും കൂട്ടുകാരി പരദൂഷണവും ഗോസിപ്പും പറയുന്നില്ല. നോർമലായിട്ട് ആ വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ വരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസ് ആകുമ്പോൾ പറയും. പക്ഷെ ഇത് ഈ പറയുന്ന പോലെ ഗോസിപ്പ്, ബുള്ളി, ആ ലെവലിൽ ഈ പറഞ്ഞ അൻസിബയുണ്ട്, ഋഷിയുണ്ട്, നോറയുണ്ട്, റസ്മിനുണ്ട്, ഈ പറഞ്ഞ നോറയുണ്ട്, ഋഷിയുണ്ട്, ഇത്രയും പേരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പം ഇവരുടെ കുറ്റം പറയുന്നതുകൊണ്ടാണ് ഇപ്പൊ ജാസ്മിന്റെ PR ആണ് ഞാനെന്ന് പറയുന്നത്. ഞാൻ ജാസ്മിന്റെ നെഗറ്റീവ് അല്ലേ മെനിഞ്ഞാന്ന് വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ എത്ര തവണ വാദവരാതെ പറഞ്ഞു ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം. ഇപ്പൊ ഗബ്രി പോയിട്ട് ഒരാഴ്ചയല്ലേ ഉള്ളൂ, അത് നെഗറ്റീവാണ്. സമാധാനം, ഇനി ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ, കാണാൻ നല്ല രസം ഉണ്ടാവും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരാഴ്ച മുമ്പ് വരെയുള്ള ജാസ്മിനാണോ ഇപ്പൊ അതിനകത്ത്? ഗബ്രി ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ, നമ്മളൊക്കെ പറഞ്ഞു ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിൻ കളിക്കും. ഒന്നുകിൽ ജാസ്മിൻ പോട്ടെ ഗബ്രി കളിക്കും, ഇല്ലെങ്കിൽ ഗബ്രി പോട്ടെ ജാസ്മിൻ കളിക്കും. ഇവർ രണ്ടുപേരോട് നിന്ന് കഴിഞ്ഞാൽ ഇവർ കളിക്കത്തില്ല. അങ്ങനെ ഗബ്രി പോയി ജാസ്മിന്റെ ഗെയിം ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടെങ്കിൽ കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. അതവിടെ നിന്നോട്ടെ. ജാസ്മിന്റെ PR എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാര്യം, ഞാൻ എന്തോ നമ്മളെ പിടിച്ച് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വളരെ മോശം കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. അവരുടെ വീട്ടുകാരെ വെച്ച് എന്നെ കൂട്ടി പറഞ്ഞുകൊണ്ടുള്ള വളരെ മോശം കമന്റ്സുകൾ ഞാൻ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതെല്ലാം ബിഗ് ബോസ് തീർന്നിട്ട് ഞാൻ പ്രതികരിക്കാം. ഇതെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പ്രതികരിക്കുന്നുണ്ട്. അപ്പം ജാസ്മിനുമായിട്ട് എന്നെ ദയവ് വിചാരിച്ച് കണക്ട് ചെയ്തിരിക്കാൻ. ഞാൻ അതിനകത്ത് കാണുന്ന, നിങ്ങൾക്കറിയാം, മെനിഞ്ഞാന്ന് വരെയും ഞാൻ ജാസ്മിൻ ചെയ്തുകൊണ്ടിരുന്ന നെഗറ്റീവ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പോസിറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയും, നെഗറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയും. ഹലോ, നിങ്ങൾ പറയുന്ന സംഭവങ്ങൾ ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഐ ആം എ റിവ്യൂവർ. ബുള്ളി എന്നുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബുള്ളി എന്ന് തന്നെ പറയും. കഴിഞ്ഞ തവണ ബിഗ് ബോസ് സീസൺ 5 സമയത്താണ് ഞാൻ റിവ്യൂ ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ഓക്കെ, ആ റിവ്യൂ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഒന്നും അല്ലായിരുന്നു. ഞാൻ 0 നിന്ന് തുടങ്ങിയ ആളാ. എൻ്റെ ചാനൽ 0 നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനൽ വലിയൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പം എനിക്ക് പണ്ടത്തേക്കാളും കുറെ കൂടി എനിക്ക് എൻ്റെ ഒപ്പീനിയൻസ് തുറന്നു പറയാം. ഒത്തിരി ആൾക്കാർ എൻ്റെ ഒപ്പീനിയൻസ് കേൾക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി പേര് ജാസ്മിനെ എതിർത്തുകൊണ്ടെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. നമ്മൾ അന്ന് എതിർത്തിരുന്നു, ഇപ്പം നിങ്ങൾ പറഞ്ഞതിലൊരു ശരിയുണ്ട്, അവളുടെ ഗെയിം എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ജാസ്മിൻ്റെ ഗെയിം എനിക്ക് ഇഷ്ടമല്ല, ജാസ്മിനത് കാണിക്കുന്നത് ശരിയല്ല. പക്ഷെ ഈ പറയുന്ന പോലെ 2-3 ദിവസം കൊണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ജാസ്മിന് ഇപ്പം 2-3 ദിവസം കൊണ്ട് സപ്പോർട്ട് കൂടിയോ കുറഞ്ഞോ? ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടാണ് എനിക്ക് കിട്ടുന്ന 3000-4000 വ്യൂ കൊണ്ടാണ് അവർക്ക് സപ്പോർട്ട് ഇടുന്നത്. എങ്ങനെ സപ്പോർട്ട് ഇടുന്നത്? അപ്പം അവിടെ ഗെയിം മാറുന്നതാണ് നമുക്ക് സപ്പോർട്ട് ഇടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാൻ എൻ്റെ തമ്പനയിൽ വെച്ചിരിക്കുന്ന പോലെ സാബുവും ശ്വേതയും വന്ന് പാർഷ്വാലിറ്റി കാണിച്ചു. ആർക്കെതിരെ? ജിൻഡോയ്ക്കും ജാസ്മിനും എതിരെ. ഇവരെ രണ്ടുപേരെ എന്തിനാണ് പാർഷ്വാലിറ്റി കാണിച്ചത്? ഇവരെ രണ്ടുപേരെ മാത്രമാണ് ശ്വേതയ്ക്കും സാബുവിനും ഇഷ്ടം. അത് നമുക്ക് വ്യക്തമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന നെഗറ്റീവ് എന്ന് നിങ്ങളുടെ കണ്ണിൽ കാണുകയും ചെവിയിൽ കേൾക്കുകയും ചെയ്യുന്നില്ലേ? എന്തുകൊണ്ട്? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, എന്തുകൊണ്ട് ജാസ്മിനെ മാത്രം ശ്വേതയും സാബുവും പൊക്കി പിടിച്ചു? ഈ ടാസ്ക് നടക്കുന്ന സമയത്ത്, ഇതിനകത്ത് ലാസ്റ്റ് ചലഞ്ചിങ് ടാസ്ക് 3 നടക്കുന്ന സമയത്ത് സാബുവിനും ശ്വേതയ്ക്കും തീരുമാനിക്കാമെന്ന് പറഞ്ഞു ആദ്യം ഏത് ടീം പോകണം എന്നുള്ളത്. വ്യക്തമായിട്ട് സാബുവും ശ്വേതയും ആ സമയം പറയുന്നുണ്ട്, ആദ്യം പവർ ടീമിലെ നോറ പോയിട്ട് അത് മത്സരിക്കട്ടെ, രണ്ടാമത് പോയാൽ മതി ആര്? ഡെന്ന് ടീമെന്ന്. കാരണം എന്തുകൊണ്ടാ? ഇവർക്ക് ഡെന്ന് ടീമിലുള്ള ജിൻഡോയെ ജയിപ്പിക്കണം. അപ്പം ആദ്യം ഇപ്പം ഞാനും വേറൊരാളും ഒരു ടാസ്കിലുണ്ട്. അപ്പം അയാൾ പോയി ഇപ്പം ഞാൻ ആദ്യം പോയി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ടാസ്കിലൊക്കെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് വീക്ഷിക്കും. അങ്ങനെയൊക്കെ തെറ്റി അവന് പറ്റി, അപ്പം എനിക്ക് ആ തെറ്റ് പറ്റാൻ പാടില്ല, ഇല്ലേ? അത് ശ്രദ്ധിക്കും. അപ്പം അതുകൊണ്ട് ആദ്യം പവർ റൂമിനെ പറഞ്ഞു വിട്ട് അവർക്ക് പറ്റുന്ന തെറ്റുകളെല്ലാം നോക്കി നിന്ന് മനസ്സിലാക്കി ശ്രീത് പോയി മത്സരിച്ചാൽ മാത്രമേ അവരെ ടീമിന് ജയിക്കുള്ളൂ എന്നുള്ള ഒരു ഐഡിയ സാബുവിനും ശ്വേതയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പവർ റൂം പോയി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തന്ത്രപൂർവ്വമായിട്ട് പറഞ്ഞു വിട്ടത്. അപ്പം അതിന് വ്യക്തമായിട്ടുള്ളൊരു പാർഷ്വാലിറ്റി എടുത്തു കാണുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിന് മുമ്പുള്ള ഇൻസിഡന്റിൽ സാബു പറയുന്നുണ്ട്, ജിൻഡോയും ജാസ്മിനും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വീട് തീർന്ന് പിന്നെ ആരെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു ലെവലിൽ പറയുന്നുണ്ട്. എന്നിട്ട് ശ്വേതയും സാബുവും പറയുന്നുണ്ട്, ജിൻഡോയും ജാസ്മിനുമാണ് ഈ വീട്ടിലെ ഏറ്റവും നല്ല പ്ലെയേഴ്സ്. അവർ പറയുന്നുണ്ട് ഏറ്റവും നല്ല. എനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിൻ ഏറ്റവും നല്ല പ്ലെയർ ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഏറ്റവും നല്ല പ്ലെയർ ആണ് അല്ല, കളിക്കുന്ന ഒരു 5, 6, 7 പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ജാസ്മിൻ വരും, അത്രേ ഉള്ളൂ.
പിന്നെ ഈ പറഞ്ഞ പോലെ ജിൻഡോയെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ജിൻഡോയെ പവർ റൂമിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ശ്വേതയും സാബുവും ചേർന്നിട്ട് ജിൻഡോയുടെ ടീമായിട്ടുള്ള ഡെന്നിന് കൊടുത്തത്. അതും വ്യക്തമാണ്. അപ്പം ആസ് എ ചലഞ്ചർ എന്നുള്ള രീതിക്ക്, ആസ് എ ഗസ്റ്റ് എന്നുള്ള രീതിക്ക് അവിടെ പോയി പാർഷ്വാലിറ്റി കാണിച്ച് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇവരെല്ലാം പോയതിനു ശേഷം ഞാൻ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഞാനെന്ന് പറയട്ടെ, ഇനി ഇത് ഞാൻ പറഞ്ഞ സംഭവം അത് കഴിഞ്ഞു. ഇനി ഈ പവർ റൂമിന് എഗെയിൻസ്റ്റ് ആണ് ഈ പറയുന്ന ഡെൻ ആയിക്കോട്ടെ, നെസ്റ്റ് ആയിക്കോട്ടെ, ടണൽ ആയിക്കോട്ടെ. ഞാൻ ഒരാൾ ഇവിടെ ഇരുന്ന് അലയ്ക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് PR പറയാനുള്ളൂ. ഈ 5 പേർക്കെതിരെ 10 കണ്ടസ്റ്റൻസ് അവിടെ എതിര് നിൽക്കുകയാണ്. എന്തുകൊണ്ട് അവർ എതിര് നിൽക്കുന്നു? അവിടെ ഉള്ളവർ ഒന്നടങ്കം, ആ 10 പേര് ഒന്നടങ്കം പറയുന്നു. ഡെന്നിലവരും നെസ്റ്റിലവരും ടണലിലവരും പറയുന്നു ഈ പവർ ടീം ഏറ്റവും മോശം പരാജയമായിട്ടുള്ള പവർ ടീമാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം അവർ കാണിക്കുന്ന ഗോസിപ്പുകളായിക്കോട്ടെ, അവരുടെ ബുള്ളി ആയിക്കോട്ടെ, ഇവർ നേരിട്ട് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബിഗ് ബോസ് വിളിച്ച് അവരെ വാൺ ചെയ്തോ? പവർ ടീമിനെ വിളിച്ച് നിങ്ങൾ ഭൂലോക പരാജയമാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പെരുമാറുന്നത്, രസകരമായിട്ട് പല തവണ ബിഗ് ബോസ് എത്ര തവണ പറഞ്ഞു ബുള്ളി എന്താണ്, നിങ്ങൾ ബാക്കിയുള്ളവർ രസകരമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാതെ എന്തിനാണ് നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ തടയിടുന്നത് എന്ന് ബിഗ് ബോസ് എടുത്ത് ചോദിച്ചോ? അപ്പം ഞാൻ പറയുന്നത് മാത്രം PR. ഞാൻ റിവ്യൂ കണ്ടു തുടങ്ങി. ഹിന്ദിയിൽ മനു പഞ്ചാബി രന്തി വാര്യരൊക്കെ റിവ്യൂ കണ്ടാണ് ഞാൻ തുടങ്ങിയത്. തമിഴിൽ താത്തയുടെ റിവ്യൂ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് സ്ലാം ബുക്കിൻ്റെ ഒക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ റിവ്യൂലോട്ട് വന്നത്. എനിക്ക് ആരെ ഫേവർ ചെയ്ത് വെക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല, ഒരു കാര്യവുമില്ല. ഞാനിപ്പോൾ ഈ ബുള്ളി എന്ന് പറയുന്ന ലിസ്റ്റിലുള്ള ആൾക്കാർ, ഞാൻ ടു ബി ഫ്രാങ്ക് ഇത്രേ എനിക്ക് വന്നതുകൊണ്ട് ഞാൻ ഈ ഒരു സ്പോട്ടിൽ പറയാണ്, ബിഗ് ബോസിൽ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഈ സീസൺ 6 മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാനത് ഈ തുടങ്ങുന്നതിന് മുന്നേ അവരുമായിട്ടുള്ള ഫോട്ടോസ്, ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരു ഓൾ ദ ബെസ്റ്റ് പോലും ഞാൻ ഇടാത്തതിൻ്റെ കാരണം നിങ്ങൾ പറയും ഞാനെങ്കിൽ പിന്നെ അവരുടെ PR ആണ് എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാനൊരു ഫോട്ടോ പോലും ഞാൻ പോസ്റ്റ് ചെയ്യാത്തത്. ഇവർ എവിക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോസ്റ്റ് ഇടുമ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, എൻ്റെ പൊന്നെ അൻസിഫും ഈ കണ്ടസ്റ്റൻറ്റുമായിട്ട് കമ്പനി ആയിരുന്നോ, എന്നിട്ടാണോ ഈ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് അൻസിഫ് ഇത്രയും പറഞ്ഞത്? നമുക്കൊരാളെ പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ PR അല്ലേ എടുക്കത്തുള്ളൂ, അവരുടെ PR അല്ലേ എടുക്കത്തുള്ളൂ. അതിനകത്തുള്ള 2-3 പേര് എനിക്ക് ഇൻഡിവിജ്വലി നല്ല പരിചയമുള്ള ആൾക്കാരുണ്ട്, വിളിക്കുന്നവരുണ്ട്. കയറുന്നതിൻ്റെ തലേന്ന്, കയറുന്നതിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് വിളിച്ച് സംസാരിച്ചിട്ട് കയറിയ ആൾക്കാർ വരെ ബിഗ് ബോസിനകത്തുണ്ട്. മനസ്സിലായോ? എന്നിട്ട് അവരുടെ കാര്യങ്ങൾ പോലും ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ പറഞ്ഞില്ല. അത് ആരൊക്കെയാണെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നെ നിങ്ങൾ ഞെട്ടും. കാരണം നിങ്ങൾ ചോദിക്കും അയ്യോ എന്നിട്ടാണ് ഇത്രയും പറഞ്ഞതെന്ന്. ഗെയിം ഈസ് ഗെയിം. അന്ന് അവരെല്ലാം കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഗെയിം ഈസ് ഗെയിം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ പറയും, എന്തെങ്കിലും മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതും ഞാൻ പറയും. അവരും പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെയാണ് ചെയ്യുന്നത്, നിന്റെ വർക്ക് അതാണ്, നന്നായി എന്നെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം ആ പേരുകളൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഞെട്ടുമല്ലോ. അപ്പം ഇതാണ് ഇപ്പം ഇന്നത്തെ റിവ്യൂ എന്ന് പറയാനായിട്ട് ഈ സാധനമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ രാവിലെ മുതൽ രാത്രി ഇവിടെ നിന്ന് നടന്ന ഇൻസിഡൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെന്നാണ് ഈ പറയുന്ന പോലെ പവർ റൂമിലേക്ക് വിജയിച്ചിരിക്കുന്നത്. അവർ അടുത്ത ആഴ്ച പവർ റൂമിൽ കയറും. ഈ പറയുന്ന വീട്ടുകാർ മുഴുവൻ അവരെ എതിർക്കുന്നു, ഈ പവർ ടീമിനെ മുഴുവൻ ആൾക്കാർ എതിർക്കുന്നു. അവരെ മിക്കവാറും അടുത്ത ആഴ്ച നോമിനേഷനിൽ മൊത്തം ആൾക്കാരും വരും, അഭിഷേക് ഉൾപ്പെടെ മൊത്തം ആൾക്കാരും വരും. നോക്കാം നമുക്ക് എന്താവും ഏതാവും എന്നുള്ള. ഇന്ന് രാത്രി പ്രൊമോ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത അപ്ഡേറ്റുകൾ വിശേഷങ്ങളായിട്ട് വരാം. നാളെ ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും കൊണ്ട് ചാകരയുടെ ഡേ ആണ്. അടുത്ത വീഡിയോ ആയിട്ട് വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്രയും കേട്ടിട്ട് ഇനിയും ഈ വീഡിയോയുടെ 10 സെക്കൻഡും 1 സെക്കൻഡും കണ്ടിട്ട് വന്ന് താഴെ PR കമൻറ്റ് ചെയ്യരുത്. ആരാണ് ഞാനാണോ PR കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ PR ആണെന്ന് എനിക്ക് മനസ്സിലാകും. അങ്ങനെ വീഡിയോ ഇട്ട് വിത്തിൻ 1 സെക്കൻഡിനകത്ത് ഇങ്ങനെ വരും പാരഗ്രാഫ് അടുങ്ങിയത്. ഞാൻ എനിക്ക് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ അനിയ മോനെ ഇന്ന ആളുടെ PR ഇരുന്ന് എന്നെ ചീത്ത വിളിക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, മോൻ ഇതൊന്ന് വീഡിയോയിൽ പറയോ ഇന്ന ആളുടെ PR പലതും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരാളുടെ PR അല്ലേ നിങ്ങളെ ചീത്ത വിളിക്കുന്നുള്ളൂ? എന്നെ 10 ആൾക്കാരുടെ തരുന്നത്, ജിൻഡോയുടെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ജാസ്മിൻ്റെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, അൻസിബയുടെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, എല്ലാവരും ഋഷിയുടെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഉപ്പുമുളകം ഫാൻസ് ഇരുന്ന് വിളിക്കുന്നുണ്ട്, സിജോയുടെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കേട്ട് സഹിച്ച് വെച്ചിരിക്കുന്നതോ? എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ തുറന്നു നോക്ക്. എനിക്ക് ഒരാളെ കുറിച്ച് നല്ലതും പറയാൻ വയ്യ, മോശവും പറയാൻ വയ്യ. സിജോയെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവൻ്റെ PR ആവും. അപ്പം ഇളവി വരും ജിൻഡോയുടെ ആൾക്കാർ, നീ സിജോയുടെ ആളല്ലേ. ജിൻഡോയെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇളവി വരും ജാസ്മിൻ്റെ ആൾക്കാർ, നീ അങ്ങനത്തെ വൃത്തികെട്ടവൻ്റെ കൂടെയല്ലേ നീ നിൽക്കത്തുള്ളൂ. ജാസ്മിൻ്റെ എന്തെങ്കിലും ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കും ജാസ്മിൻ്റെ ഓരോന്ന് നല്ലത് പറയുന്നത്, അപ്പം ചാടി വരും ജിൻഡോടെ. അപ്പം അപ്പോഴാണ് എല്ലാം സത്യം പറഞ്ഞാൽ ജാസ്മിൻ്റെ പറയുമ്പോഴാണ് എനിക്ക് ജിൻഡോടെയും പിന്നെ സിജോടെ എല്ലാവരുടെയും കൂടെ ചാടി ഇങ്ങി വരും മണ്ടയിലോട്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഞാൻ PR ആണെങ്കിൽ ഏതെങ്കിലും എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്,
ഞാൻ അവർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുള്ള രീതികൾ നിങ്ങൾക്ക് പോയി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നോക്കാം. ഞാൻ ആരുടെയെങ്കിലും PR ആണെന്നുള്ള രീതിയിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ആർമിയിൽ ഞാനുണ്ടോ? ആരുടെയെങ്കിലും 1 രൂപ എങ്കിലും അൻസിഫ് വാങ്ങിച്ചിട്ടുണ്ടോ? PR എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുമില്ല, വർക്ക് ചെയ്തിട്ടുമില്ല, വർക്ക് ചെയ്യത്തുമില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ തളർത്തുന്നവർ തളർത്തിക്കൊണ്ടേ ഇരുന്നോളൂ. ഞാൻ എത്രത്തോളം വളരുന്നോ അത്രത്തോളം തളർത്താനും ആളുകളുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ജാസ്മിൻ്റെ PR ആണെന്ന് പറയുന്നവർക്ക് പറയാം, ജാസ്മിൻ വരട്ടെ, ഞാൻ തന്നെ നേരിട്ട് പോയി ചോദിക്കാം. കാണുമ്പോൾ ഉണ്ടല്ലോ, കാണാൻ പറ്റുമല്ലോ, എന്തായാലും വരുമ്പോൾ കാണണമെന്നുണ്ട്. ഇവിടെ കൊല്ലത്താണല്ലോ, പോവാൻ പറ്റുമെങ്കിൽ പോവാം. അപ്പം ഞാൻ പോയി ചോദിക്കാം, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ, എന്നെ അറിയാമോ, ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് എത്രയാണ് വാങ്ങിച്ചത്, ബാക്കി പണം തരാനുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സമാധാനം ആവുമല്ലോ. അപ്പം നിങ്ങൾ തുടർന്നോളൂ. കമൻറ്റ് കുഞ്ഞുങ്ങൾ, PR കമൻറ്റുകൾ എല്ലാവരും തുടർന്നോളൂ. ഇന്നത്തെ റിവ്യൂ പ്ലസ് എൻ്റെ പ്രതിഷേധമാണത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.